ഇത് പറഞ്ഞാൽ ചിലർ ചോദിക്കും, അപ്പോൾ തത്വനിശ്ചയം. അപ്പോൾ തത്വനിശ്ചയം എന്ന് പറയുമ്പോൾ മനസ്സുകൊണ്ട് നിശ്ചയിക്കുന്നു. ഇത് പുസ്തകമാണെന്ന് നിശ്ചയിക്കുന്നു, അതുപോലെ നിശ്ചയിക്കുന്നു. അങ്ങനെ നിശ്ചയം എന്ന് പറയുമ്പോൾ പിന്നെ അനുഭൂതിയോടെ, ആത്മാനുഭൂതിയോടെ, അനുഭൂതി വേണ്ടേ? നമ്മളൊക്കെ ഈ പുസ്തകം വായിച്ച് പറയുന്നു, പുസ്തകം വായിച്ച് പറയുന്നു, കേൾക്കുന്നു, ചർച്ച ചെയ്യുന്നു, താൻ ആത്മാവാണെന്ന് പറയുന്നു, അവിടെ അനുഭൂതിയില്ലല്ലോ എന്ന് പറയും. അദ്വൈത ആത്മബോധം എന്തെന്ന് നിശ്ചയമില്ലാത്തവരാണ് അങ്ങനെ പറയുന്നത്. അനുഭൂതി അതില്ലല്ലോ, പിന്നെന്താ ഇത്? ഇതൊരറിവ്, ആത്മാവുണ്ടെന്നറിയുന്നു, അതല്ല ആത്മാവുണ്ടെന്ന് നിശ്ചയിക്കുന്നു. അതിൻ്റെ അപ്പുറം ഇനി ഒരു അനുഭൂതി എന്ന് പറയുന്നൊന്ന് വരാനുണ്ട്. നിശ്ചയം എന്ന് പറയുന്നത് എന്താണ്? അതറിവ്. അറിവ് പോരാ, അതിനപ്പുറം ഒരു അനുഭൂതി വരണം. അതുണ്ടാകുന്നില്ലെന്നാണ് പലരുടെയും പരാതി. എനിക്ക് തത്വനിശ്ചയമുണ്ട്, പക്ഷെ അനുഭൂതിയില്ല എന്നാണ്. അതേതുപോലെ പറയും, സാധാരണ പറഞ്ഞു വരുന്നതാണ്. പഞ്ചസാരയെക്കുറിച്ച് കേട്ടുകഴിഞ്ഞാൽ പഞ്ചസാരയുടെ മധുരം അനുഭവവേദ്യമാകുന്നില്ല. അപ്പോൾ അത് അനുഭവിക്കണം. അതുപോലെ തത്വത്തെക്കുറിച്ചുള്ള ശ്രവണ മനനങ്ങൾ കൊണ്ട് അനുഭവം ഉണ്ടാകുന്നില്ല, നിശ്ചയം ഉണ്ടായാലും. അതുകൊണ്ട് അനുഭവം വേറെയാണ്, അനുഭൂതി എന്ന് പറയും. അത് ഈ പഞ്ചസാര കഴിക്കുന്നത് പോലെ ഇങ്ങനെ ഒരു പ്രത്യേക അനുഭൂതിയിൽ ഇങ്ങനെ ഇരിക്കും. അനുഭൂതിയിൽ ലോകത്തെ മറക്കും, പ്രപഞ്ചത്തെ മറക്കും. അത് പഞ്ചസാരയേക്കാൾ വലിയൊരു ആനന്ദമായിരിക്കും. പിന്നെ ആ ആനന്ദത്തിലിങ്ങനെ നീന്തി തുടിക്കും. പിന്നെ ആനന്ദത്തിൽ ലയിച്ച് അലിഞ്ഞലിഞ്ഞില്ലാതാകും. ഇങ്ങനെയൊക്കെ ഒരുപാട് സങ്കല്പങ്ങളുണ്ട് ആനന്ദത്തെ സംബന്ധിച്ച്. ചിലർക്ക് ആനന്ദം താഴെ നിന്ന് മേളിലോട്ടാണ്, ചിലർക്ക് മേളിൽ നിന്ന് താഴോട്ടാണ്, പലതരത്തിലാണ്. തമാശ പറഞ്ഞല്ല, മേളിൽ നിന്നിങ്ങനെ താഴോട്ട് ആനന്ദം ഒഴുകി വരും. അങ്ങനെ ആനന്ദം ഒഴുകി ആനന്ദത്തിലിങ്ങനെ മുഴുകിപ്പോകുന്ന ഇതായിട്ട് ഒരുപാട് പേര് പറയാറുണ്ട്. ചിലർ പറയുന്നു താഴെ നിന്നിങ്ങനെ ഒരു ആനന്ദം പൊങ്ങി പൊങ്ങി മേളിലോട്ട് കയറുന്നു. ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ ഈ തത്വവിചാരം ചെയ്യുന്നവനും തോന്നുന്നു, അയ്യോ എനിക്കത് കിട്ടിയില്ലല്ലോ, സമയം കളഞ്ഞല്ലോ എന്ന് തോന്നുന്നു. അങ്ങനെ ആനന്ദം ഉണ്ടാകില്ലെന്നല്ല പറയുന്നു, ആനന്ദമൊക്കെ ഉണ്ടാകാം. പക്ഷെ ഇവിടെ ആത്മബോധം എന്തെന്നുള്ളതാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇവിടെ പറയുന്നത് തത്വനിശ്ചയമാണ്. പിന്നെ ഈ അനുഭൂതി അതെന്താ പറയുന്ന ഇതിൽ യുക്തിയുണ്ട്. എന്താണ്? പഞ്ചസാര കുറിച്ച് കേട്ടുകഴിഞ്ഞാൽ മധുരത്തിന്റെ അനുഭവം ഉണ്ടാകുന്നില്ല. പക്ഷെ പഞ്ചസാര അനുഭവിച്ചു കഴിഞ്ഞാൽ മധുരത്തിന്റെ അനുഭവം ഉണ്ടാകും. ആ പഞ്ചസാര ഒരിക്കൽ അനുഭവിച്ച ആളിന് രണ്ടാമത് പഞ്ചസാരയെക്കുറിച്ച് കേട്ടുകഴിഞ്ഞാൽ മധുരത്തെക്കുറിച്ചുള്ള സ്മരണ ഉണ്ടാകുന്ന അനുഭവം, അത് സ്മരണയാണ്. ഇനി പഞ്ചസാരയെ നേരിട്ട് അനുഭവിക്കുമ്പോൾ അവിടെ മധുരത്തെ അനുഭവിക്കുന്നു എന്ന് പറയുന്നു. ഇതൊക്കെ സാധാരണ സ്ഥൂലമായി പറയുന്നതാണ്. വാസ്തവത്തിൽ ഈ സ്മരണ അനുഭവം എന്ന് പറയുന്നതിനൊന്നും പ്രത്യേകിച്ച് വേർതിരിവൊന്നുമില്ല. ഇതെല്ലാം അനുഭവമാണ്. ചിലപ്പോൾ അനുഭവത്തെക്കാൾ തീവ്രമായിരിക്കും
അതായത് പ്രത്യക്ഷാനുഭവത്തെ, അനുഭവത്തെ സാധാരണ രണ്ടായി തിരിക്കും. ഒന്ന് പ്രത്യക്ഷം, മറ്റൊന്ന് സ്മരണ. സ്മരണ എന്ന് പറയുന്നതും പ്രത്യക്ഷം എന്ന് പറയുന്നത് രണ്ടും അനുഭവമാണ്. അത് മനസ്സിലാക്കണം. അനുഭവം അല്ലെങ്കിൽ ജ്ഞാനം, അനുഭൂതി എന്നെല്ലാം പറയുന്നത് പര്യായമാണ്. സ്മരണ, പ്രത്യക്ഷം എന്ന് പറയുന്നത് അതിന്റെ രണ്ട് വകഭേദം. ഇന്നലെ ആനയെ പ്രത്യക്ഷമായി കണ്ട് ഇന്ന് ആനയെ സ്മരിക്കുന്നു. ഇത് രണ്ടും അനുഭവമാണ്. ചില സ്ഥലങ്ങളിൽ പൊതുവെ പ്രത്യക്ഷത്തിനായിരിക്കും, പ്രത്യക്ഷാനുഭവത്തിനായിരിക്കും തീവ്രത കൂടുതൽ. ചില സ്ഥലത്ത് സ്മരണയ്ക്കായിരിക്കും തീവ്രത കൂടുതൽ. ഒരു ദുഃഖത്തെ അനുഭവിക്കുന്നു, സുഖത്തെ അനുഭവിക്കുന്നു, ഭയത്തെ അനുഭവിക്കുന്നു, കോപതാപങ്ങളൊക്കെ അനുഭവിക്കുന്നു. അനുഭവിക്കുന്ന സമയത്ത് അത് വളരെ തീവ്രമായിട്ട് അനുഭവിക്കുന്നു. അത് കഴിഞ്ഞ് പിന്നീട് കാലശേഷം, കുറച്ച് കാലം കഴിഞ്ഞതിന് ശേഷം, കാലം കഴിഞ്ഞാലേ സ്മരണയുണ്ടാകത്തുള്ളൂ. പിന്നെ അതിനെ സ്മരിക്കുന്നു. ആ സ്മരണ പലതരത്തിലാകും. ചിലപ്പോൾ അനുഭവത്തെക്കാൾ തീവ്രമായിരിക്കും സ്മരണ, തീവ്രമായ അനുഭവമായിരിക്കും. പ്രത്യക്ഷ അനുഭവത്തെക്കാൾ തീവ്രമായ അനുഭവമായിരിക്കും സ്മരണ. അവിടെ പറയും എന്താണ്, ഞാൻ ഭയന്നു, ഇപ്പൊ എനിക്കത് ഓർക്കാൻ കൂടി വയ്യ എന്ന് പറഞ്ഞാൽ, ഓർത്തു കഴിഞ്ഞാൽ അതിലും വലിയ ഭയം വരും, ദുഃഖം. അന്ന് അനുഭവിച്ച വേദനയെക്കുറിച്ച് എനിക്ക് സ്മരിക്കാൻ വയ്യ എന്ന് പറഞ്ഞാൽ, സ്മരിച്ചാൽ അതിലും വലിയ വേദന അനുഭവിക്കും. അത്തരം സന്ദർഭങ്ങളിലൊക്കെ എന്താണോ അനുഭവം എന്ന് പറയുന്നത് പ്രത്യക്ഷത്തെക്കാൾ തീവ്രമായും അനുഭവപ്പെടും സ്മൃതിയിൽ. തിരിച്ചും വരാം. ചിലപ്പോ കാലം കഴിയുമ്പോൾ പറയും, അന്നത്തെ വേദന ഇന്നും അതെല്ലാം ഞാൻ മറന്നു, ഇന്ന് അത്രയും തീവ്രമായി അനുഭവപ്പെടുന്നില്ല സ്മരിക്കുമ്പോൾ. തിരിച്ചും വരാം. അതുകൊണ്ട് പ്രത്യക്ഷമായ അനുഭവവും സ്മരണയും അത് ഏതാണ് തീവ്രം എന്നുള്ളത് നിശ്ചയിക്കാൻ പറ്റത്തില്ല. രണ്ടും എന്താണ്, അനുഭവമാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ പഞ്ചസാര കഴിക്കുന്നു, അപ്പോൾ അത് പ്രത്യക്ഷമായി അനുഭവിക്കുന്നു. ചില സമയത്ത് ഇനി ഒരു കാലത്ത് സ്മരിക്കുമ്പോൾ ഇപ്പോൾ അനുഭവിക്കുന്ന ഈ സുഖം കിട്ടിയില്ലെന്ന് വരും. ചിലപ്പോൾ ഇതിനും വലിയ സുഖമായിരിക്കും അപ്പോൾ കിട്ടുന്നത്. അന്ന് ഞാൻ മനസ്സിലാക്കിയില്ല ഇത് ഇത്രയും സുഖമുള്ളതാണ്, ഇപ്പോഴാണ് എനിക്കതിൻ്റെ ശരിക്കുള്ള സുഖം എന്ന് പറയാറില്ല സുഖാനുഭവത്തെ സംബന്ധിച്ച്. രണ്ടാമത് പറയുന്നത് സ്മൃതിയിലാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത്? കാരണം ഇത് രണ്ടും അനുഭവമാണ്. പ്രത്യക്ഷമെന്നും സ്മൃതി എന്നും പറയുന്ന അനുഭവമാണ്. ഇപ്പോൾ ലൗകികമായ വിഷയങ്ങളെ സംബന്ധിച്ച് പ്രത്യക്ഷമാണോ വലുത്, അതേ സ്മൃതിയാണോ വലുതെന്ന് പൊതുവെ തീരുമാനിക്കാൻ പറ്റത്തില്ല. ചിലപ്പോൾ സ്മൃതിയായിരിക്കും തീവ്രമായ അനുഭവം, പ്രത്യക്ഷത്തെക്കാൾ തീവ്രമായ അനുഭവം. ചില സ്ഥലത്ത് പ്രത്യക്ഷമായിരിക്കും തീവ്രമായ അനുഭവം. എന്തുകൊണ്ടങ്ങനെ സംഭവിക്കുന്നു? രണ്ടും അനുഭവമാണ്. അനുഭവം എന്ന് പറയുന്നത് ആർക്കാണ് ഉണ്ടാകുന്നു? ഭോക്താവിന്. എന്തിനനുഭവിക്കുന്നു? ഭോഗ്യമായ വിഷയത്തെ. അപ്പോൾ ഭോക്താവ് ഭോഗ്യമായ വിഷയത്തെ അനുഭവിക്കുമ്പോൾ ആ അനുഭവം രണ്ടു തരത്തിൽ. ഒന്ന് പ്രത്യക്ഷം, മറ്റൊന്ന് സ്മൃതി. അത് ഏതു തരത്തിൽ സംഭവിക്കാം. പക്ഷെ നമ്മുടെ ധാരണ എന്താണ്? പ്രത്യക്ഷമാണ് തീവ്രമായ അനുഭവം, സ്മൃതി എന്ന് പറയുന്നത് ദുർബലമാണെന്നാണ് പൊതുവെ നമ്മൾ ധരിച്ചിരിക്കുന്നത്. അത് സാമാന്യമായി അങ്ങനെ പറയാം, പക്ഷെ അത് പൂർണ്ണമായും ശരിയല്ല. ഇത് മാറി മാറി വരും. സ്മൃതി പ്രത്യക്ഷത്തെക്കാൾ തീവ്രമായ അനുഭവത്തെ, സംവേദനത്തെ പലപ്പോഴും ഉണ്ടാകും. രണ്ടും അനുഭവം എന്നുള്ള നിലയ്ക്ക് ആരുടെ? ഭോക്താവിന്റെ
ഭോഗ്യ വിഷയത്തെ സംബന്ധിച്ചുള്ള അനുഭവം എന്നാണ് അങ്ങനെ. അതുകൊണ്ട് പ്രത്യക്ഷമാണ് വലുത്, സ്മൃതി മോശമാണെന്ന് ധരിക്കരുത്. അതെങ്ങനെയും വരാം, രണ്ടും അനുഭവം എന്നുള്ള നിലയ്ക്ക്. അതുകൊണ്ട് നമ്മൾ സാറിന് പറയുന്നത് എന്താണ്? അത് പഞ്ചസാര പ്രത്യക്ഷമായി കഴിക്കുന്നതാണ് വലുത്, സ്മരിക്കുന്നത് അല്ല എന്ന് കരുതുന്നത് ചില സമയങ്ങളിലേ അത് ശരിയാവും, എപ്പോഴും ശരിയാണ്. നമ്മൾ ചിന്തിച്ച് മനസ്സിലാക്കേണ്ട കാര്യമാണ്. രണ്ടും അനുഭവമാണ്. എന്തുകൊണ്ടാണ്? അനുഭവത്തിന് ഒരിക്കലും രൂപാന്തരമില്ല. അനുഭവം പ്രത്യക്ഷമായാലും ശരി, സ്മൃതി ആയാലും ശരി, അനുഭവം തന്നെ. അനുഭവത്തിന്റെ രൂപത്തിനൊരിക്കലും മാറാനൊക്കത്തില്ല. ഏത് സമയമായാലും അത് അനുഭവം തന്നെ. അനുഭവമെന്നോ അറിവെന്നോ ബോധമെന്നോ ചിത്തെന്നോ എന്ന് പറയുന്നതിന്റെ സ്വഭാവത്തിനൊരിക്കലും മാറ്റം വരുന്നില്ല. ഉപാധികൾ കൊണ്ട്, കാല ദേശ ഉപാധികൾ കൊണ്ട് അത് വ്യത്യസ്തമെന്നത് പോലെ നമുക്ക് തോന്നുകയാണ്. സൂര്യന്റെ സ്വഭാവം പ്രകാശമാണ്. ആ പ്രകാശം എന്ന് പറയുന്ന സ്വഭാവത്തിനൊരിക്കലും മാറ്റം വരുന്നില്ല. പ്രകാശത്തിന് ഒരു സ്വഭാവമേ ഉള്ളൂ, പ്രകാശം. അതിന് രണ്ട് സ്വഭാവമുണ്ട്. അനുഭവം എന്ന് പറയുന്നത് അതുപോലെയാണ്. രണ്ട് തരത്തിലല്ല. അനുഭവം ഏത് സമയവും ഒരേ രീതിയിലായിരിക്കും. പ്രകാശത്തിന് രണ്ട് തരത്തിലിരിക്കാൻ പറ്റും. പിന്നെ ഉപാധികൾ കൊണ്ട്, ആകാശത്തിന് മേഘങ്ങളുണ്ടെങ്കിൽ നമ്മൾ പറയും മങ്ങിയ വെളിച്ചമാണ്. ഒന്നുമില്ലെങ്കിൽ പറയുന്നല്ല തെളിഞ്ഞ വെളിച്ചമാണ്. എന്താ വെളിച്ചം എന്ന് പറയുന്ന ആ പദാർത്ഥ സ്വഭാവത്തിന് മാറ്റം വന്നിട്ടാണോ പറയുന്നത്? അല്ല, അത് വെളിച്ചം തന്നെയാണ്. ഉപാധികൾ കൊണ്ട് അതിന് മാറ്റമുണ്ടായി എന്ന് നമുക്ക് തോന്നുകയാണ്. അതിനെ കാണുന്ന നമ്മുടെ കാഴ്ചയ്ക്കാണ് മാറ്റം വന്നിരിക്കുന്നത്, പ്രകാശത്തിനല്ല. അതുപോലെ അനുഭവം എന്ന് പറയുന്നതിനും പ്രത്യക്ഷമെന്നോ സ്മൃതി എന്നോ ഉള്ള ഭേദമുണ്ട്. ഉപാധികൾ കൊണ്ടാണ്, കാല ദേശാദി ഉപാധികൾ കൊണ്ട് പലതരത്തിൽ. ചിലപ്പോൾ അത് തീവ്രമായി, ചിലപ്പോൾ മൃദുവായി, ചിലപ്പോൾ മന്ദമായി ഒക്കെ അനുഭവപ്പെടുന്നു. ജ്ഞാനസ്വഭാവത്തിന് മാറ്റം ഇല്ല എന്നർത്ഥം. ഇത് സാധാരണ എന്താണ്? ഭോക്താവ്, ഭോഗ്യം, ഇത് രണ്ടും പിരിഞ്ഞിരിക്കുമ്പോൾ ഉള്ള അറിവിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. ഭോഗ്യമായ വിഷയങ്ങളെക്കുറിച്ച് ഭോക്താവ് അറിയുന്നു. അങ്ങനെ അറിയുന്നിടത്ത് പോലും അവിടെ ഉപാധികളുടെ സമ്പർക്കം കൊണ്ട് അനുഭവത്തിന് വ്യത്യാസമുള്ളതുപോലെ തോന്നുന്നെങ്കിലും വാസ്തവത്തിൽ അനുഭവത്തിന് വ്യത്യാസമില്ല. പരമാർത്ഥത്തിൽ അനുഭവം ഏകരൂപത്തിലാണ്. അത് വിഷയജ്ഞാനത്തെ സംബന്ധിച്ച്. അപ്പോൾ ആത്മനിശ്ചയത്തെ സംബന്ധിച്ച് അതുപോലെയല്ല മനസ്സിലാക്കേണ്ടത്. ആത്മനിശ്ചയം എന്ന് പറയുന്നത് പഞ്ചസാര കഴിക്കുന്ന പോലെയുള്ള അനുഭവമല്ല. എന്തുകൊണ്ട്? ഇവിടെ ഭോക്താവ്, ഭോഗ്യം എന്നുള്ള ഭേദങ്ങളില്ല. അതിനൊരിക്കലും ഇവിടെ ദൃഷ്ടാന്തമായിട്ട് എടുക്കാനൊക്കത്തില്ല. അത് ഭോക്താവ്, ഭോഗ്യം എന്നുള്ള ഭേദമുള്ള സ്ഥലത്തുള്ള അനുഭവമാണ്. ഇതങ്ങനെയല്ല. ഇതെന്താണ്? തത്വത്തിന്റെ നിശ്ചയമാണ്. അവിടെ എന്തുകൊണ്ട് ഭോക്തൃഭോഗ്യഭാവം വരുന്നില്ല? കാരണം തത്വം തന്റെ സ്വരൂപമാണ്. പഞ്ചസാര തന്റെ സ്വരൂപമല്ല, തന്റെ വിഷയമാണ്. അതിന്റെ അനുഭവത്തിൽ ഉപാധികൾ കൊണ്ട് പലതരത്തിലുള്ള ഭേദങ്ങൾ വരാതെ ശരിയാണ്. അനുഭവത്തിന് മാറ്റമില്ലെങ്കിൽ. പക്ഷെ തത്വനിശ്ചയത്തിൽ എന്താണത്? ഇത്തരത്തിലുള്ള ഭേദങ്ങളെ നിരാകരിക്കുന്നതാണ്, നിഷേധിക്കുന്നതാണ്. തന്റെ സ്വരൂപത്തെക്കുറിച്ചുള്ള തന്റെ തന്നെ ബോധമാണ്, തന്റെ തന്നെ മനസ്സിന്റെ നിശ്ചയമാണ്. അവിടെ താൻ അന്യമായി ഒന്നിനെ ധരിക്കുന്നില്ല.
അത് ഭേദബുദ്ധിയെ ആശ്രയിച്ചുണ്ടാകുന്ന അനുഭവമല്ല. എല്ലാ അനുഭവങ്ങളും ഭേദബുദ്ധിയെ ആശ്രയിച്ചാണ് ഉണ്ടാകുന്നത്. ഞാൻ അനുഭവിക്കുന്ന വിഷയം അങ്ങനെയുള്ള ആ ഭേദബോധത്തെ ആശ്രയിച്ചാണ് തുടർന്ന് അനുഭവം ഉണ്ടാകുന്നു. ഇവിടെ എന്താണ്? എല്ലാ ഭേദങ്ങളെയും നിരാകരിക്കുകയാണ് തത്വനിശ്ചയം എന്ന് പറയുന്നത്. തത്വം എന്നല്ലേ പറയുന്നു, പിന്നെന്താ ഭേദം? സർവം ഖല്ലിദം എന്ന് പറയുന്നിടത്ത് ഭേദം എവിടെയാണ്? ഭേദത്തെ നിരാകരിച്ചിട്ടെന്താ ഈ തത്വം ബോധിപ്പിക്കുന്നത്? നിന്റെ സ്വരൂപം ഇന്നതാണ് എന്ന് ബോധിപ്പിക്കുകയാണ്. ആ നിശ്ചയത്തിന് ഇതുപോലെ സ്മൃതി, അനുഭവം എന്നുള്ള ഭേദമില്ല, പരോക്ഷം അപരോക്ഷം എന്നുള്ള ഭേദമില്ല. അതെല്ലാം വിഷയാനുഭവങ്ങളെ സംബന്ധിച്ചാണ്. എന്തുകൊണ്ടത് കാലത്തിന്റെ സ്വാധീനം കൊണ്ടുണ്ടാകുന്നതാണ്. കാലം പൂർവ്വത്തിലാകുമ്പോൾ സ്മൃതി, പൂർവ്വകാലത്തെ സംബന്ധിച്ചല്ലേ നമുക്ക് സ്മൃതി ഉണ്ടാകത്തുള്ളൂ. വർത്തമാനകാലത്തിൽ പ്രത്യക്ഷവും പൂർവ്വകാലത്തിൽ സ്മൃതിയും. അത് കാലികമായ വിഷയങ്ങളെ സംബന്ധിച്ചാണ് അങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടാകുന്നത്. ഇവിടെ അങ്ങനെ കാലത്തെ ആശ്രയിച്ചൊരു വിഷയത്തെ ബോധിപ്പിക്കുകയല്ല ചെയ്യുന്നത്. ശ്രുതി ബോധിപ്പിക്കുന്നത് നിന്റെ സ്വരൂപം ഇന്നതാണ്. അത് കാലദേശ അതീതമാണ്, അല്ലെങ്കിൽ സർവാത്മകമാണ്. ഏത് രീതിയിലായാലും ശരി, അതിന് കാലം കൊണ്ടുവരുന്ന ഭേദം എന്താണ്? സ്മൃതി, പ്രത്യക്ഷം, ഇങ്ങനെയുള്ള ഭേദം അവിടെ ഇല്ല. പഞ്ചസാരയുടെ കാര്യത്തിൽ പോലും അത് ശരിക്കും ഇല്ല. പിന്നെ എങ്ങനെയാണ് സ്വസ്വരൂപത്തെ സംബന്ധിച്ച് അതുണ്ടാകുന്നത്? അതുകൊണ്ട് കാലദേശങ്ങളെ ആശ്രയിച്ചുണ്ടാകുന്ന ജ്ഞാനത്തെ പോലെ ഇതിനെ ധരിക്കുന്നത് കൊണ്ടാണ് പറയുന്നത് ഇതിന്റെ നിശ്ചയം അത് കഴിഞ്ഞ അനുഭവം വേറെയാണ് എന്ന് ധരിച്ചു പോകും. ഇവിടെ അതിനുള്ള യാതൊരു സാധ്യതയില്ല. ഇവിടെ അനുഭവത്തിന്റെ തലത്തിൽ ഒരിക്കലും പരോക്ഷം അപരോക്ഷം അല്ലെങ്കിൽ സ്മൃതി അനുഭവം ഇങ്ങനെ ഭേദം വരത്തില്ല. അത് അനുഭവം എന്ന ഒരു സ്വഭാവമേ അതിനുള്ളൂ. ജ്ഞാനം, ചിത്ത്, അറിവ്, ഇങ്ങനെ ഒരു സ്വഭാവമേ ഉള്ളൂ. അതിനെ മറ്റൊരു തരത്തിലും വേർതിരിക്കാൻ കഴിയില്ല. പിന്നെ അനുഭൂതി ആഗ്രഹിക്കുന്ന എന്തുകൊണ്ട്? ഇത്തരം കഥകൾ കേട്ടതുകൊണ്ട്. ഇത്തരം കഥകൾ കേൾക്കുമ്പോൾ ആഗ്രഹിച്ചു അതുപോലെയുള്ള അതെല്ലാം സത്യമാണെന്ന് ബുദ്ധി ധരിക്കും. ധരിച്ചിട്ട് അത് വേണമെന്ന് ആഗ്രഹിക്കും. ആഗ്രഹിക്കുന്ന എപ്പോഴും സത്യമാണെന്ന് ധരിച്ചിട്ടാണ്.